നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. റമദാൻ പ്രമാണിച്ച് വിരുന്നുകാർ വരുമ്പോൾ എടുക്കുന്ന പാത്രങ്ങളൊക്കെ അടുക്കളയിൽ സ്ഥിരം സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിന്ന് ഒരു 5 മണിയൊക്കെ ആയിട്ടോ കിച്ചണിലേക്ക് വന്നപ്പോൾ നമ്മൾ ഏകദേശം ഐറ്റംസൊക്കെ ഉച്ചയോടുകൂടി തന്നെ റെഡിയാക്കി വെച്ചിട്ടായിരുന്നു ഞാൻ ളുഹർ നിസ്കരിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോഴത്തേക്കിനും എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താ ഞാൻ മുട്ട പുഴുങ്ങിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കഞ്ഞിക്കുള്ളതാണ് കേട്ടോ. അതിനകത്ത് തേങ്ങ അരച്ച് ചേർക്കാനുണ്ട്. തേങ്ങ അരച്ച് ചേർത്ത് പെട്ടെന്ന് രാത്രിത്തേക്ക് ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ട് വേവിച്ച് വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ അതാ സവാളയൊക്കെ ഒന്ന് വഴറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വഴറ്റിയിട്ട് ഇരുമ്പ് ചട്ടി തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറൊരു ചൊവയാവും കേട്ടോ. ഞാൻ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ വീണ്ടും അതിനകത്തേക്ക് ഇട്ടിട്ടാണ് വീഡിയോ എടുത്തത്. പിന്നെ ഇടിയപ്പമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇടിയപ്പവും മുട്ട റോസ്റ്റുമാണ് ഇന്ന് ഇതായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കിടക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണും. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ഇന്നത്തെ കാര്യങ്ങളും അങ്ങോട്ട് കിടക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആദ്യം തന്നെ ഈ ഒരു മുട്ട റോസ്റ്റിലേക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അടുത്തടുത്ത പരിപാടികൾ തുടങ്ങാം. പിന്നെ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 3 റെസിപ്പീസ് കാണിക്കുന്നുണ്ട്. അതിൽ 2 റെസിപ്പീസ് എല്ലാവർക്കും തന്നെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ മാത്രം പോരാ, ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. ഇന്നലെ നമ്മുടെ ബ്രെഡ് റെസിപ്പിക്ക് പേരിടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പേരുകൾ. സഫൂറത്ത് ബീവി, ഫാത്തിമ റഹ്മാൻ, സോണിയ VS, അർഷ, ജയകുമാർ, ശരണ്യ, ഷാഹിദ അബ്ദുൽ ഖാദർ, ഇത്രയും പേരൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ബ്രെഡ് ടിക്ക, പിന്നെ ബ്രെഡ് ഷവർമ, പിന്നെന്തായിരുന്നു ബ്രെഡ് ലോലിപോപ്പ്, വെജി ബ്രെഡ്, ഇങ്ങനെയൊക്കെയാണ് പേര് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരെന്താണെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നാളെ നമുക്ക് വിന്നർ ആരാന്ന് പ്രഖ്യാപിക്കാം. എനിക്ക് ബ്രെഡ് ടിക്ക എന്ന് പറഞ്ഞത് കുറച്ച് നന്നായിട്ട് തോന്നി. ലോലിപോപ്പും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇനി വേറെ എന്തെങ്കിലും പേരുകൾ പറയാനുണ്ടെങ്കിൽ അതും വന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ നോക്കിയിട്ട് വേണം കേട്ടോ കമൻറ്റ് ചെയ്യാനായിട്ട്. വെറുതെ ഇതിൻ്റെ വന്നിട്ട് പേരിടരുത്. ആ വീഡിയോ നോക്കിയിട്ട് പേരിടുക. അപ്പോൾ നമുക്ക് അതിനകത്തു നിന്നും കൂടെ ബെസ്റ്റ് ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പേരുകളുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു നല്ല പേര് അതിന് ഇട്ടിട്ട് വേണം എനിക്ക് സെക്കൻഡ് ചാനലിൽ അത് അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ അത് ആ പറഞ്ഞ ആളുടെ പേരിൽ നമുക്ക് സെക്കൻഡ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. വെറുതെ ഒരു രസം അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അതാ ഞാൻ മുട്ട റോസ്റ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഹാദുക്കുട്ടൻ കുറച്ച് നേരമൊക്കെ TV ഒക്കെ കണ്ട് ഇങ്ങനെ നടന്നു. ഹാദുക്കുട്ടൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം ഗൾഫിലേക്ക് പോയിട്ട്, അപ്പോൾ ഹാദുക്കുട്ടൻ അതിൻ്റെ സങ്കടത്തിലാണ്. ഇന്ന് കളിക്കാൻ ആരുമില്ല. മറ്റേത് വെക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഷയാൻ കൂട്ടിനുണ്ടായിരുന്നു കേട്ടോ. ഇത്തവണ അവൻ ഗൾഫിലേക്ക് പോയത് കാരണം ഇന്നലെ വരെ കളിക്കാൻ കൂട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആരുമില്ല കേട്ടോ, പാവം. TV കാണും കുറച്ച് നേരം താഴത്ത് വന്നിരിക്കും, കുറച്ച് നേരം എണിയും പാമ്പും കൊണ്ടുവരും, അങ്ങനെ. പിന്നെ നമുക്കിന്നൊരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ കസ്റ്റർഡ് വെച്ച് ഉണ്ടാക്കുന്ന ഈ ഒരു ഡ്രിങ്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് സംഭവം. അപ്പോൾ ഞാനിതിലേക്ക് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് കലക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കവർ പാല് ഞാൻ വെച്ചിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുവാണ്. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. നല്ല ടേസ്റ്റ് ആയിരിക്കും മിൽക്ക് മെയ്ഡ് ചേർക്കുവാണെങ്കിൽ. അപ്പോൾ പഞ്ചസാര ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ആ ഒരു നമ്മളുടെ കസ്റ്റർഡ് ഉണ്ടല്ലോ കലക്കി വെച്ചിട്ടുള്ള, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കട്ട കെട്ടാൻ പാടില്ല. നല്ലപോലെ ഇളക്കി നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തിളച്ച് വന്നാൽ മതി. നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നേരെ ഒന്ന് നന്നായിട്ട് തണുക്കാൻ വെക്കാം. ഇത്രയും നേരം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തണുത്ത് കിട്ടുമല്ലോ. 1-2 പ്രാവശ്യം വെള്ളം മാറിയും കൂടെ കൊടുക്കുമെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും. കഞ്ഞിയിലേക്കുള്ള തേങ്ങ അരക്കുവാണ്. തേങ്ങയും ഉള്ളിയും ചെറിയ ജീരകവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്നുമല്ല, ഇന്നത്തെ പ്രധാന താരം ഇവനാണ് കേട്ടോ. മിനിഞ്ഞാന്നുണ്ടാക്കിയ ചോറിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനി കളയണ്ട, നമുക്ക് വേഗം ഇതൊരു അടിപൊളി സ്നാക്സ് ആക്കി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ മിനിഞ്ഞാന്നത്തെ ചോറായതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് കഴുകിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കഴുകി നന്നായിട്ട് വെള്ളം പോകാൻ വെച്ചതിന് ശേഷം നമ്മളിത് മിക്സിയുടെ ജാറിലേക്കായിട്ട് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്തിട്ട് നല്ലൊരു റൈസ് റിങ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പോലെ നമുക്കങ്ങ് അരച്ചെടുക്കാവേ. എന്നിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം.
ഇത് ശരിക്കും ആരും പറയില്ല കേട്ടോ, ഇത് കഴിക്കുമ്പോൾ ചോറാണ് എന്നുള്ളത്. നല്ല കിടിലൻ ടേസ്റ്റാണ്, അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോ. എന്തായാലും ചോറൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ലേ, അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കിക്കോ. നോമ്പ് തുറക്ക് വേറെ ഒരു സാധനവും വേണ്ട, എന്നും കുട്ടികൾ ഉണ്ടാക്കി കൊടുത്താലും കഴിച്ചോളും. അത്രക്കും ടേസ്റ്റി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളത് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പിടിക്കാൻ പാകത്തിനുള്ള ആ ഒരു കൺസിസ്റ്റൻസി ആവുന്ന അത്രയും അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടിക്ക് ഒരു അളവൊന്നുമില്ല, നമ്മൾ ചോറ് അരയ്ക്കുന്നതിൽ ആ ചോറിൻ്റെ വെള്ളം പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് പിടിക്കുന്ന രീതി, ഒരു ഉഴുന്നുവടയുടെ മാവിനേക്കാൾ ഇത്തിരി കൂടി ടൈറ്റ് ആയിരുന്നാലും കുഴപ്പമില്ല, ആ ഒരു രീതിയിൽ എടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഒരു ഇത്തിരി ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തത്, ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചോപ്പ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നല്ല പോലെ ആ ഉരുപ്പും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ഇത്തിരി കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. കായപ്പൊടി കൂടണ്ട, ഒരു ചെറിയൊരു ഒരു 2 പിഞ്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ആക്കി കൊടുക്കണം. അപ്പോൾ അതിന് നമുക്ക് ഈ തവി വെച്ചിട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും എത്തൂല, നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കിനും അത് ഉപ്പും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും എത്തിക്കോളും. ഈ റെസിപ്പി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. എല്ലാവരുടെ വീട്ടിലും ചോറൊക്കെ ഉണ്ടാക്കുന്നതാണല്ലോ, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊരിച്ചെടുത്താൽ മാത്രം മതി. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ആ ഒരു കസ്റ്റർഡ് ഡ്രിങ്ക് അങ്ങ് തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കസ്റ്റർഡ് കലക്കി വെച്ചത് തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനോർത്ത് നല്ല തണുത്ത പാലൊഴിച്ചിട്ട് ഇതങ്ങ് അടിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാം, എന്നിട്ട് നമുക്ക് വടയൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ലൈലാത്ത വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറുതെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടി 2-3 ദിവസമായി ലൈലാത്താനെ കണ്ടിട്ട്. ലൈലാത്താൻ്റെ മോള് പോകുന്ന സമയമൊക്കെ ആയതുകൊണ്ട് ലൈലാത്താനെ 2-3 ദിവസമായിട്ടോ കണ്ടിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഹാദുവിൻ്റെ ഫ്രണ്ട്, അപ്പോൾ അവർ ഇവിടെ നിന്നാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ആയിട്ട് ലൈലാത്താനെ 2 ദിവസമായി കണ്ടിട്ട്. അപ്പോൾ ലൈലാത്ത എന്തായി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ വന്നതാണ്. 2 ദിവസം കാണാതിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നൂട്ടോ എന്ത് പറ്റി എന്നുള്ളത്, എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളുടെ പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലൈലാത്താൻ്റെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ലൈലാത്ത വന്നത്. പിന്നെ ഞാൻ ഈ കസ്റ്റർഡ് ഡ്രിങ്ക് നന്നായിട്ട് പാലൊഴിച്ച് അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മളിതാ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് താന്നു പോകും കേട്ടോ, ശരിക്കും ഇത് ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ക്യാരറ്റും ആപ്പിളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇരിക്കുന്നത് കണ്ടുകൊണ്ട് കുറച്ച് അങ്ങ് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. പക്ഷേ ആ ടൂട്ടി ഫ്രൂട്ടി ഒരെണ്ണമാണെങ്കിലും കിട്ടുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തു, അതുപോലെ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് കസ്കസാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് കൂടുതൽ കസ്കസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നാരങ്ങ വെള്ളം കലക്കുന്നുണ്ട്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നാരങ്ങ വെള്ളം കുടിക്കുന്നത്. അതായത് നോമ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉമ്മയുടെ നാരങ്ങ വെള്ളം കലക്കാൻ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും കുറച്ച് നാരങ്ങ വെള്ളം കലക്കണം എന്ന് വിചാരിച്ചിരിക്കുവാണ്. തണ്ണിമത്തൻ ഇല്ല ജ്യൂസ് അടിക്കാൻ. അപ്പോൾ ദാഹം മാറണമെന്നുണ്ടെങ്കിൽ കുറേ തണ്ണിമത്തൻ്റെ വെള്ളമോ നാരങ്ങ വെള്ളം എന്തെങ്കിലുമൊക്കെ കുടിക്കണമല്ലോ. അപ്പോൾ നമ്മളുടെ ആ ഒരു കസ്റ്റർഡ് ഡ്രിങ്ക് റെഡിയായി. ഞാനത് ഫ്രിഡ്ജിലേക്ക് മാറ്റി. ഇനി നമുക്ക് നമ്മുടെ വടയൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ അവസാനം ഞാൻ വടയെന്ന് പറഞ്ഞു അല്ലേ, വടയല്ല കേട്ടോ, റൈസ് റിങ്സ് അങ്ങനെ പറയാം. നമുക്ക് കുറച്ച് പരിഷ്കരിച്ച് പേരൊക്കെ ഇടാം, നല്ലൊരു രസമുള്ളല്ലേ. എന്തെങ്കിലും ആവട്ടെ, വടയാണെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നല്ല വടേൻ്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ റൈസ് റിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് എടുക്കുക, എന്നിട്ട് അതിൽ വലിയൊരു ഊട്ടയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പതുക്കെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഉഴുന്നുവടയുടെ അത്ര പാടൊന്നുമില്ല കേട്ടോ, ഇത്തിരിയും കൂടെ കട്ടിയായിട്ടിരിക്കുന്നത് കാരണം ഉഴുന്നുവടയുടെ അത്ര പാടൊന്നുമില്ല ഇതിൽ. നമുക്ക് ഊട്ടയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഇങ്ങനെ ഒന്ന് കുഴുത്താക്കി കൊടുക്കുക. കുറച്ച് വലിയ ആക്കി കൊടുക്കുക കേട്ടോ, എന്നാലേ നമുക്ക് ഈ പറഞ്ഞ പോലെ റൈസ് റിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ചെറിയ ഊട്ടയാണെങ്കിൽ വടയെന്ന് പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇതുപോലെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ല പോലെ മൊരിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ ആക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് അങ്ങ് മൊരിച്ച് കോരിയെടുക്കുക. അപ്പോൾ നമ്മളുടെ റൈസ് റിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് തോന്നൂട്ടാ ഇനി കുറച്ച് ചോറ് ബാക്കി വന്നാലും കുഴപ്പമില്ല എന്നുള്ളത്. പിന്നെ ഇവിടെ ഹാദുക്കുട്ടൻ ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് ഉഴുന്നുവട അവന് ഇഷ്ടമാണ്. ഉഴുന്നുവടയുടെ ടേസ്റ്റൊന്നും അല്ല കേട്ടോ ഇതിന്, പക്ഷേ എന്നാലും അവൻ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്നിട്ട് ഞാൻ കുറച്ച് ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സാധാരണ പുളിയൊന്നും അരയ്ക്കാത്ത സാധാരണ ചമ്മന്തി ഇല്ല, അതും കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടിയാണ് നമ്മൾ കഴിച്ചത്. അടിപൊളിയായിരുന്നു. ലൈലാത്താക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ലൈലാത്തായും വിളിച്ച് പറഞ്ഞു കേട്ടോ നല്ലതായിരുന്നു എന്ന്. അപ്പോൾ നമ്മളുടെ റൈസ് റിങ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അത് മാറ്റി വെച്ചപ്പോൾ നോക്കിയപ്പോൾ കുറച്ചും കൂടെ സമയമുണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്നാക്സും കൂടെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മളുടെ ഈത്തപ്പഴം നിറച്ചതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഈത്തപ്പഴം എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കുറച്ച് ഫില്ലിംഗ് ഒക്കെ ചേർത്ത് മൈദമാവിൽ മുക്കി പൊരിക്കാം. ഇതും നല്ലൊരു സാധനമാണ്. നോമ്പ് കാലത്തൊക്കെ എല്ലാവരുടെയും വീട്ടിൽ ഈത്തപ്പഴമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ് കേട്ടോ. മധുരമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കും ഈത്തപ്പഴം ഇഷ്ടമുള്ളവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. തേങ്ങയിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ അരിഞ്ഞിട്ട് കൊടുക്കുക എന്തെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ അതിന് പകരം കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓരോന്ന് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും നല്ല കിടിലൻ ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ നമുക്കിത് ഓരോന്നിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നടുക്ക് ഒരു ബദാം പരിപ്പും കൂടെ വെച്ച് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാം തന്നെ നമുക്ക് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. പിന്നെ ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ ചെറിയൊരു നോമ്പുറപ്പിക്കലാക്കാമെന്ന് വിചാരിക്കുകയാണ്. വേറെ ആരുമല്ല, ഇവിടെ നിൽക്കുന്ന ഇത്താണ്ടല്ലോ, ഹെൽപ്പിന് വരുന്ന ഇത്താക്ക്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് കുറച്ച് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇങ്ങോട്ട് വന്ന് നോമ്പ് തുറക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇച്ചിരി കൊടുത്തു വിടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കണം എന്ന് മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ നോമ്പ് തുറ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് പഠിച്ചവനെല്ലാം നടത്തി തരുമെന്ന് വിചാരിക്കുന്നു. നാളെ എന്താ സംഭവിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല. അപ്പോൾ എന്തായാലും നമ്മളിതാ ഈത്തപ്പഴം എല്ലാം നല്ലോണം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബദാം പരിപ്പ് മാറി വന്നിട്ടുണ്ട് കേട്ടോ, ബാക്കി വന്നിട്ടുണ്ട്. ഞാൻ അതും കൂടെ വേറൊരു ഈത്തപ്പഴം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് മൈദപ്പൊടി, ഇത്തിരി ഉപ്പും, പിന്നെ വേണമെങ്കിൽ കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്റർ എടുക്കരുത്, കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കണം. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈത്തപ്പഴത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ തന്നെ ഒരു കോട്ടിങ് പിടിക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കട്ടിയിൽ തന്നെ മാവെടുക്കുക. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് ഇതുപോലെ ഈത്തപ്പഴം ഒന്ന് മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഏത്തപ്പഴമൊക്കെ പൊരിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ഈത്തപ്പഴവും ഫ്രൈ ചെയ്തെടുക്കാം. അധികം ആരും ഇങ്ങനെ തേങ്ങ ഫില്ല് ചെയ്തിട്ട് ഈത്തപ്പഴം പൊരിക്കാറില്ല കേട്ടോ. എല്ലാവരും ഡയറക്റ്റ് ഈത്തപ്പഴം എടുത്തിട്ട് ഈ ഒരു മാവിൽ മുക്കിയിട്ട് അങ്ങ് പൊരിക്കലാണ്. പക്ഷേ അതിനേക്കാളും ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. വേണമെങ്കിൽ ആ തേങ്ങയിൽ കുറച്ച് ഏലക്കായും കൂടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല രസമാണ് കേട്ടോ കഴിക്കാൻ. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈത്തപ്പഴമൊക്കെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഈത്തപ്പഴം പൊരിയും ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കുമാണ് മനസ്സിലായത് സമയം ഒരുപാട് പോയിട്ടുണ്ട്. ബാങ്ക് വിളി കേൾക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സെക്ഷൻ ഈത്തപ്പഴം എടുക്കലും ബാങ്ക് വിളിക്കലും ഒരുപോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ടേബിൾ സെറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. എല്ലാം കൂടെ എടുത്ത ഒരു ഓട്ടമായിരുന്നു. നോമ്പ് വഴി കൂടെ ഈ അടുക്കളയിൽ തന്നെ നിന്ന് നോമ്പ് തുറന്നിട്ട് ഓടുമായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം കൊണ്ടുവച്ച് അങ്ങനെ നോമ്പ് തുറന്നപ്പോൾ പിന്നെ ടേബിളിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ആകെ ധൃതിയായിപ്പോയി. ലാസ്റ്റ് എല്ലാം റെഡിയായിട്ടിരിക്കുമായിരുന്നു. ചായ ഉൾപ്പെടെ റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു സാധനം ഉണ്ടാക്കാൻ നിന്നതുകൊണ്ട് ആ ടൈം പോയതാണെന്നില്ല. കുറച്ച് നേരം കൂടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടെങ്കിൽ ഒരെണ്ണം കൂടെ. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അപ്പോൾ ഇക്ക ഇന്ന് നോമ്പ് തുറക്കാനുണ്ടെന്ന് ഇപ്പോൾ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തതാണ്. എങ്കിൽ ഈ ഒരു ഈത്തപ്പഴം ഒന്നും കൂടെ പൊരിച്ചെടുക്കാമെന്ന്, ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. അപ്പോൾ എന്താ പറയാനാ, അങ്ങനെ ടേബിൾ സെറ്റ് ചെയ്യലൊന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ മാവൊക്കെ എടുത്തത് കറക്റ്റായിരുന്നു എന്ന് ഞാൻ കാണിച്ചതാണേ. പിന്നെ ഈത്തപ്പഴം പൊരിച്ചതും വേഗം കൊണ്ടുവന്ന് വെച്ചു. എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മളിതാ നോമ്പ് തുറക്കുവാണ്. പിന്നെ വെള്ളമൊക്കെ കുടിച്ചു, ജ്യൂസൊക്കെ കുടിച്ചു. അതിന് ശേഷം വട എടുത്തിട്ടുണ്ട്. ഹാദുക്കുട്ടൻ ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വട എടുത്തപ്പോഴത്തേക്കിനും നല്ല ടേസ്റ്റ്. പ്രത്യേകിച്ച് ഞാൻ ഈ ചമ്മന്തിയും കൂടെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ലതായിരുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ ഒരു കസ്റ്റർഡ് വെള്ളവും ഒക്കെ കുടിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇന്ന് ടേബിളിൽ ഐറ്റംസ് ഒന്നും അധികം നിരത്താത്തത് കൊണ്ട് തന്നെ പാത്രങ്ങളൊന്നും അധികം കഴുകാനുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വേഗം തന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്നു. പിന്നെ നമ്മൾ കുറേ നേരം അങ്ങനെ ഇരിക്കും കേട്ടോ. ഒരു ഇഷ വരെങ്കിലും അങ്ങനെ ഇരിക്കും. ഹാദുക്കുട്ടന് ഖുർആനൊക്കെ എഴുതാനുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൂറത്തുകളൊക്കെ ഓതിയിട്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ ഞാനും കുറച്ച് നേരം ഖുർആനൊക്കെ ഓതി നമ്മളങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മുട്ട റോസ്റ്റും ഇടിയപ്പവും ആണല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. റെസിപ്പീസ് മറക്കാണ്ട് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ മറക്കാതെ ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങളുടെ ദുആയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തുക. എൻ്റെ ദുആയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ബൈ.